നിങ്ങളുടെ യഥാർത്ഥ ജീവിതം തുടങ്ങിയത് നിങ്ങളുടെ 20കളിലോ 30കളിലോ അല്ല, മറിച്ച് അതിന് എത്രയോ ശേഷമാണ് എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? 40 വയസ്സ് കഴിയുമ്പോൾ ഉള്ളിന്റെയുള്ളിൽ എന്തോ ഒരു മാറ്റം പെട്ടെന്ന് സംഭവിക്കുന്നതായി നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാറുന്നു, നിങ്ങളുടെ മുൻഗണനകൾ മാറുന്നു, പണ്ട് കണ്ടിരുന്ന സ്വപ്നങ്ങൾക്ക് തിളക്കം നഷ്ടപ്പെടുന്നു. പകരം നിഗൂഢമായ ഒരു പുതിയ വിളി ഉള്ളിൽ ഉണരുന്നതുപോലെ വിധി നിങ്ങളുടെ തോളിൽ തട്ടി നിങ്ങളുടെ വഴി വീണ്ടും തുറക്കുകയാണ്, ഒന്നേന്നു തുടങ്ങൂ എന്ന് മന്ത്രിക്കുന്നതുപോലെ. പലരും കരുതുന്നത് ഇതൊരു തകർച്ചയാണെന്നാണ്, അല്ലെങ്കിൽ മനസ്സിന്റെ ഒരു അസ്ഥിരതയാണെന്ന്. എന്നാൽ ആത്മീയമായി നോക്കിയാൽ ഇത് വളരെ മനോഹരവും നിഗൂഢവുമായ ഒന്നാണ്. പരമഹംസ യോഗാനന്ദനെപ്പോലുള്ള യോഗിവര്യന്മാരുടെ അറിവുകൾ പ്രകാരം ആത്മാവ് ഒന്നിലധികം തവണ ജനിക്കുന്നുണ്ട്. എന്നാൽ എല്ലാ പുനർജന്മങ്ങളും പുതിയ ശരീരത്തിൽ തന്നെ ആകണമെന്നില്ല. ചിലപ്പോൾ ഒരേ ജീവിതത്തിൽ തന്നെ ആത്മാവ് ഒരു പുനർജന്മം അനുഭവിക്കാറുണ്ട്. ജീവിതത്തിന്റെ ആദ്യഘട്ടത്തിൽ പഴയ കർമ്മങ്ങൾ, കുടുംബത്തിന്റെ പ്രതീക്ഷകൾ, ഉത്തരവാദിത്തങ്ങൾ, കഴിഞ്ഞകാലത്തുനിന്ന് നമ്മളറിയാതെ പിന്തുടരുന്ന ശീലങ്ങൾ എന്നിവയാലാണ് നിങ്ങൾ രൂപപ്പെടുന്നത്. എന്നാൽ 35നും 45നുമിടയിൽ ആ കർമ്മചക്രം പൂർത്തിയാകുന്നു. പഴയ വേഗത കുറയുന്നു. നിങ്ങളെ ഒരു ദിശയിലേക്ക് തള്ളിവിട്ടിരുന്ന കർമ്മം അലിഞ്ഞു തുടങ്ങുന്നു. പെട്ടെന്ന് ഭയവും സ്വാതന്ത്ര്യവും അസ്വസ്ഥതയും വ്യക്തതയുമെല്ലാം ചേർന്ന ഒരു വിചിത്രമായ അവസ്ഥ നിങ്ങൾക്കനുഭവപ്പെടാം. പുതിയൊരു ജീവിതം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു എന്നതിന്റെ ലക്ഷണങ്ങളാണിവ. ഈ നിമിഷം യാദൃച്ഛികമല്ല. വിധി നിങ്ങൾക്കായി പുതിയൊരു പാത തുറക്കുന്ന ആത്മീയമായ ഒരു വഴിത്തിരിവാണിത്. ഇതൊരു രണ്ടാം ജന്മത്തിന്റെ തുടക്കമാണ്. സമൂഹത്തിന്റെ പ്രതീക്ഷകളിൽ നിന്നല്ല, മറിച്ച് നിങ്ങളുടെ ആത്മാവിന്റെ ആഴങ്ങളിൽ നിന്നുള്ള ഒരു തുടക്കം. 40ന് ശേഷം ഈ മാറ്റം, ഈ ഉണർവ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ ആത്മാവിന്റെ പുനർജന്മത്തിനുള്ള വാതിൽക്കലായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങളുടെ ആത്മാവ് ആഗ്രഹിച്ച യഥാർത്ഥ ജീവിതം ജീവിക്കാനുള്ള ഒരവസരം. ജനനം മുതൽ ഏകദേശം 40 വയസ്സുവരെ യോഗികൾ പറയുന്ന ആദ്യത്തെ കർമ്മചക്രത്തിലൂടെയാണ് നിങ്ങളുടെ ജീവിതം കടന്നുപോകുന്നത്. ഈ ചക്രം വെറുതെ സംഭവിക്കുന്നതല്ല. ഈ കാലയളവിൽ ആത്മാവ് പഴയ കടമകളും പഴയ കടങ്ങളും മുൻജന്മങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന പ്രവണതകളും തീർക്കുകയാണ്. ഈ ആദ്യ പതിറ്റാണ്ടുകളിൽ ജീവിതം നമ്മളിലൂടെ ഒഴുകുകയല്ല, മറിച്ച് നമുക്ക് സംഭവിക്കുകയാണെന്ന് തോന്നും. നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിലും അവയിൽ പലതും കുടുംബത്തിന്റെ പ്രതീക്ഷകൾക്കും സാമൂഹിക രീതികൾക്കും അതിജീവനത്തിനും ഉപബോധമനസ്സിലെ ആഴത്തിലുള്ള പാറ്റേണുകൾക്കും അനുസരിച്ചായിരിക്കും. യോഗാനന്ദൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആദ്യകാല ജീവിതം പഴയ പ്രവണതകളുടെ കാന്തിക ആകർഷണത്താൽ രൂപപ്പെട്ടതാണ് എന്ന്. അതായത്, ചില അനുഭവങ്ങൾ പൂർത്തിയാക്കാൻ നിങ്ങളുടെ കർമ്മം നിങ്ങളെ നിർബന്ധപൂർവം നയിക്കുന്നു. ഈ ആദ്യ കർമ്മചക്രം ഉത്തരവാദിത്തം, സ്ഥിരത, ഈഗോയുടെ വളർച്ച, ലൗകിക കാര്യങ്ങളിലെ ഇടപെടൽ എന്നിവയെക്കുറിച്ചുള്ള പാഠങ്ങൾ നിറഞ്ഞതാണ്. ബന്ധങ്ങൾ, ജോലി, സാമ്പത്തികം, വികാരങ്ങൾ എന്നിവയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങൾ പഠിക്കുന്നു. ഇത് ആത്മാവിന്റെ പരിശീലനക്കളരിയാണ്. നിങ്ങളുടെ കരുത്ത് നിങ്ങൾ തിരിച്ചറിയുന്നു, അരക്ഷിതാവസ്ഥകളെ നേരിടുന്നു, കാത്തിരുന്ന കർമ്മങ്ങളെ ഇല്ലാതാക്കുന്നു. വേദനിപ്പിക്കുന്നതോ സന്തോഷകരമോ ആശയക്കുഴപ്പമുണ്ടാക്കുന്നതോ പ്രതിഫലം നൽകുന്നതോ ആയ എല്ലാ അനുഭവങ്ങളും ഒരൊറ്റ ലക്ഷ്യത്തിനായാണ്: നിങ്ങളുടെ ഉയർന്ന പാതയ്ക്ക് വേണ്ടാത്ത പഴയ പാറ്റേണുകൾ തീർക്കുക. 30കളുടെ അവസാനത്തിലേക്കും 40കളിലേക്കും കടക്കുമ്പോൾ സൂക്ഷ്മമായ ഒരു മാറ്റം സംഭവിക്കുന്നു. നിങ്ങളുടെ തീരുമാനങ്ങളെ നിയന്ത്രിച്ചിരുന്ന പഴയ കർമ്മങ്ങളുടെ ഭാരം കുറയുന്നു. ജീവിതത്തിന്റെ ആദ്യഘട്ടത്തിൽ നിങ്ങൾ പൂർത്തിയാക്കാൻ വന്ന പാഠങ്ങൾ സ്വാഭാവികമായ അന്ത്യത്തിലെത്തുന്നു. വാക്കുകളിൽ പറയാൻ കഴിയില്ലെങ്കിലും എന്തോ ഒന്ന് പൂർത്തിയായതായി നിങ്ങൾക്ക് തോന്നും. ഈ പൂർത്തീകരണം ജീവിതത്തിന്റെ അവസാനമല്ല, മറിച്ച് ഒരു അധ്യായത്തിന്റെ അവസാനം മാത്രമാണ്. നിങ്ങളുടെ ആദ്യത്തെ കർമ്മപുസ്തകം അടയുന്നു. ആ പുസ്തകം അടയുമ്പോൾ ആത്മാവ് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ തയ്യാറാകുന്നു. പുതിയൊരു ജന്മത്തിലേക്ക് കാലെടുത്തു വയ്ക്കുന്നതുപോലെ ശാന്തവും ശക്തവുമായ ഒരു തുടക്കം. ആത്മാവ് അതിന്റെ ആദ്യ കർമ്മചക്രത്തിനപ്പുറത്തേക്ക് നീങ്ങുമ്പോൾ ഉള്ളിന്റെയുള്ളിൽ ഗൗരവമായ എന്തോ ഒന്ന് ഉണരാൻ തുടങ്ങുന്നു. പല ആത്മീയ ഗുരുക്കന്മാരും ഇതിനെ ആത്മാവിന്റെ പക്വതാഘട്ടം എന്ന് വിളിക്കുന്നു. ഇത് ശാരീരികമായ വയസ്സല്ല, മറിച്ച് ആന്തരിക അവബോധത്തിന്റെ പാകപ്പെടലാണ്. 40 വയസ്സാകുമ്പോഴേക്കും ജീവിതത്തെ തെളിമയുള്ള കണ്ണുകളോടെ കാണാൻ വേണ്ട അനുഭവവും വിവേകവും അറിവും ആത്മാവ് നേടിക്കഴിയുന്നു. സത്യത്തെയും ജീവിത ലക്ഷ്യത്തെയും ആത്മാർത്ഥതയെയും തേടി പലർക്കും ഉള്ളിൽ നിന്ന് ഒരു വിളി അനുഭവപ്പെടുന്ന സമയമാണിത്. പഴയ ശീലങ്ങൾക്ക് മുകളിലേക്ക് ഉയരാൻ നിങ്ങളുടെ ആത്മാവ് പക്വത പ്രാപിച്ചു എന്നതിന്റെ ലക്ഷണമാണിത്. യോഗാനന്ദൻ മനോഹരമായ ഒരു അറിവ് പങ്കുവച്ചിട്ടുണ്ട്. ആത്മാവ് തയ്യാറാകുമ്പോൾ ഗുരു പ്രത്യക്ഷപ്പെടുന്നു. ഈ ഗുരു പല രൂപങ്ങളിൽ വരാം. ഒരു വ്യക്തിയാകാം, ഒരു പുസ്തകമാകാം, ഉള്ളിലെ ശബ്ദമാകാം, പെട്ടെന്നുള്ളൊരു തിരിച്ചറിവാകാം, അല്ലെങ്കിൽ നിങ്ങളെ ഉണർത്തുന്ന ഒരു ജീവിത സംഭവമാകാം. 40ന് ശേഷം നിങ്ങളുടെ പഴയ പാഠങ്ങൾ പുതിയൊരു ആത്മീയ വ്യക്തതയ്ക്കായി നിങ്ങളെ പാകപ്പെടുത്തിയ ഒരു ഘട്ടത്തിൽ നിങ്ങളെത്തുന്നു. മിഥ്യാധാരണകളെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ സാധിക്കുന്നു. ചിന്തിക്കാതെ വിശ്വസിച്ചിരുന്ന പല കാര്യങ്ങളെയും നിങ്ങൾ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. ലാളിത്യം, സമാധാനം, ആഴത്തിലുള്ള അർത്ഥം എന്നിവയിലേക്ക് നിങ്ങൾ ആകർഷിക്കപ്പെടുന്നു. പുറം ലോകത്തെ ബഹളങ്ങൾ നിങ്ങൾക്ക് ശല്യമാകാതെയാകുന്നു.
ഈ പക്വതാഘട്ടം ആഗ്രഹങ്ങളിൽ വലിയൊരു മാറ്റം കൊണ്ടുവരുന്നു. അംഗീകാരത്തിനോ വിജയത്തിനോ സാമൂഹിക പ്രശംസയ്ക്കോ വേണ്ടി ഓടുന്നതിനു പകരം മനസ്സിന്റെ പൊരുത്തമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഭയത്തിൽ നിന്നോ സമ്മർദ്ദത്തിൽ നിന്നോ ജീവിക്കുന്നതിനു പകരം ബോധത്തിൽ നിന്ന് പ്രവർത്തിക്കാൻ നിങ്ങൾ തുടങ്ങുന്നു. പലരും ഈ ഘട്ടത്തെ ഉള്ളിലെ മയപ്പെടൽ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഹൃദയം തുറക്കുകയും മനസ്സ് ശാന്തമാവുകയും ജീവിതം ഒരു മത്സരമെന്നതിലുപരി ഒരു ആന്തരിക യാത്രയായി മാറുകയും ചെയ്യുന്ന നിമിഷം. ഈ ഘട്ടത്തിലെത്തുന്നത് ഒരവസാനമല്ല, അതൊരു അനുഗ്രഹമാണ്. പഴയ കർമ്മങ്ങളാലല്ല, മറിച്ച് ഉണർന്ന വിവേകത്താൽ നയിക്കപ്പെട്ട് തന്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് ചുവടുവയ്ക്കാൻ നിങ്ങളുടെ ആത്മാവ് തയ്യാറായിരിക്കുന്നു എന്നാണ് ഇതിനർത്ഥം. നിങ്ങൾ 40കളിലേക്ക് കടക്കുമ്പോൾ ജീവിതത്തിന്റെ അദൃശ്യമായ ഘടികാരത്തിൽ സൂക്ഷ്മവും എന്നാൽ ശക്തവുമായ എന്തോ ഒന്ന് സംഭവിക്കുന്നു. ആദ്യകാലങ്ങളിൽ നിങ്ങളെ രൂപപ്പെടുത്തിയ കർമ്മകടങ്ങളും വൈകാരിക കരാറുകളും ഊർജ്ജ പാറ്റേണുകളും അടങ്ങാൻ തുടങ്ങുന്നു. ഇത് പെട്ടെന്ന് സംഭവിക്കുന്നതല്ല. തീരത്തുനിന്ന് തിരമാലകൾ സാവധാനം പിൻവാങ്ങുന്നതുപോലെ ഇത് പതുക്കെ സംഭവിക്കുന്നു. പതിറ്റാണ്ടുകളോളം നിങ്ങളുടെ ജീവിതം സ്വാധീനിക്കപ്പെട്ടത് പൂർത്തിയാകാത്ത കർമ്മങ്ങളാലാണ്. പ്രത്യേകിച്ച് കുടുംബം, ബന്ധങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ, പഴയ പ്രവണതകൾ എന്നിവയുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ. എന്നാൽ ഈ കടങ്ങൾ തീർക്കുകയോ തുലനം ചെയ്യുകയോ ചെയ്തു കഴിയുമ്പോൾ അത്ഭുതകരമായ ഒരു തുറന്ന മനസ്സ് രൂപപ്പെടുന്നു. പുതിയൊരു വിധി കടന്നുവരാൻ തയ്യാറെടുക്കുന്നു എന്നതിന്റെ സൂചനയാണിത്. പലർക്കും ഇത് മനസ്സിലാക്കാതെ തന്നെ അനുഭവപ്പെടാറുണ്ട്. വിചിത്രമായ ഒരു സ്വാതന്ത്ര്യം, പഴയ വൈകാരിക ഭാരങ്ങളിൽ നിന്നുള്ള മോചനം, അല്ലെങ്കിൽ പുതിയ ദിശകളിലേക്ക് നീങ്ങാനുള്ള തീവ്രമായ ആഗ്രഹം എന്നിവ അനുഭവപ്പെടാം. ഒരു കാലത്ത് ഭാരമായി തോന്നിയവ പിടിവിട്ടു തുടങ്ങുന്നു. വർഷങ്ങളായി ആവർത്തിച്ചിരുന്ന പാറ്റേണുകൾ പെട്ടെന്ന് നിന്നേക്കാം. കർമ്മത്താൽ ബന്ധിക്കപ്പെട്ടിരുന്ന ബന്ധങ്ങൾ മങ്ങുകയോ മാറുകയോ ചെയ്തേക്കാം. കാലങ്ങളായി കുടുങ്ങിക്കിടന്ന സാഹചര്യങ്ങൾ ഒടുവിൽ തുറക്കപ്പെട്ടേക്കാം. ഇത് ആശയക്കുഴപ്പമുണ്ടാക്കാം. പക്ഷേ അതിനടിയിൽ മനോഹരമായ ഒരു സത്യമുണ്ട്. കർമ്മം നിങ്ങളെ വിട്ടൊഴിയുകയാണ്. പഴയ കർമ്മങ്ങൾ അടങ്ങുമ്പോൾ ഉയർന്ന വഴികാട്ടലുകൾ സ്വീകരിക്കാൻ ആത്മാവ് കൂടുതൽ തെളിച്ചമുള്ളതാകുമെന്ന് യോഗാനന്ദൻ പഠിപ്പിച്ചു. അപ്പോഴാണ് പുതിയ അവസരങ്ങൾ അനായാസമായി അത്ഭുതകരമായി പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നത്. വിധിയാൽ നിശ്ചയിക്കപ്പെട്ടതാണെന്ന് തോന്നുന്ന പുതിയ ആളുകളെ നിങ്ങൾ കണ്ടുമുട്ടിയേക്കാം, പുതിയ കഴിവുകൾ കണ്ടെത്തിയേക്കാം, അല്ലെങ്കിൽ വ്യത്യസ്തമായൊരു കരിയറിലേക്കോ ജീവിതശൈലിയിലേക്കോ ആകർഷിക്കപ്പെട്ടേക്കാം. ഇതൊന്നും യാദൃച്ഛികമല്ല. നിങ്ങളുടെ കർമ്മമണ്ഡലം മാറിക്കൊണ്ടിരിക്കുകയാണെന്നും പുതിയൊരു വിധി നിങ്ങൾക്ക് മുന്നിൽ തുറക്കുകയാണെന്നും ഉള്ളതിന്റെ ലക്ഷണങ്ങളാണിവ. കർമ്മം അയയുമ്പോൾ വിധി ഒഴുകിത്തുടങ്ങും. മുന്നോട്ടുള്ള പാത കൂടുതൽ വ്യക്തവും പൊരുത്തമുള്ളതും ലക്ഷ്യബോധമുള്ളതുമായിത്തീരുന്നു. നിങ്ങളിപ്പോൾ നീങ്ങുന്നത് നിർബന്ധത്താലല്ല, നിങ്ങൾ നീങ്ങുന്നത് സ്വാതന്ത്ര്യത്താലാണ്. തെരഞ്ഞെടുപ്പുകളിലൂടെ ജീവിക്കുന്നതിന്റെ തുടക്കമാണിത്, അല്ലാതെ നിർബന്ധത്തിലൂടെയല്ല. ആത്മാവിന്റെ യാത്രയിലെ ഒരു വലിയ വഴിത്തിരിവ്. ജീവിതത്തിന്റെ മധ്യഘട്ടത്തിലെത്തുമ്പോൾ ശാന്തവും ആഴമേറിയതുമായ ഒരു മാറ്റം ഉള്ളിൽ തുടങ്ങുന്നു. ഒരുതരം ആന്തരിക മരണം. ഇത് ഒന്നിന്റെയും അവസാനമല്ല, മറിച്ച് പവിത്രമായ ഒന്നിന്റെ തുടക്കമാണ്. ഈ അനുഭവം ആദ്യം അസ്വസ്ഥതയുണ്ടാക്കാം. പഴയ ലക്ഷ്യങ്ങളിൽ നിന്ന് അകന്നതായും ഒരു കാലത്ത് വിലമതിച്ചിരുന്ന റോളുകളിൽ താൽപ്പര്യമില്ലാത്തതായും വർഷങ്ങളായി കൊണ്ടുനടന്ന വ്യക്തിത്വത്തിൽ നിന്ന് അകന്നതായും നിങ്ങൾക്ക് തോന്നാം. എന്നാൽ ആത്മീയമായി ഇതൊരു ശക്തമായ ലക്ഷണമാണ്. പഴയ കർമ്മങ്ങളാലും സാമൂഹിക പ്രതീക്ഷകളാലും വൈകാരിക ശീലങ്ങളാലും നിർമ്മിക്കപ്പെട്ട പഴയ ഞാൻ അലിഞ്ഞുപോവുകയാണ് എന്നാണ് ഇതിനർത്ഥം. യഥാർത്ഥ പുനർജന്മം എന്നത് പുതിയ ശരീരത്തിന്റെ ജനനമല്ല എന്ന് യോഗാനന്ദൻ പഠിപ്പിച്ചു. അത് പുതിയ ബോധത്തിന്റെ ജനനമാണ്. പുതിയതൊന്നു ഉദയം ചെയ്യുന്നതിനു മുമ്പ് പഴയത് സാവധാനം കൊഴിഞ്ഞുപോകണം. ഈ ആന്തരിക മരണം നാടകീയമായി സംഭവിക്കുന്നതല്ല. ഒരു ഋതുവിന്റെ അവസാനം മരത്തിൽ നിന്ന് ഇലകൾ ഓരോന്നായി കൊഴിയുന്നതുപോലെ ഇത് ശാന്തമായി നടക്കുന്നു. നിങ്ങൾക്ക് ശൂന്യതയോ അസ്വസ്ഥതയോ ആശയക്കുഴപ്പമോ അനുഭവപ്പെട്ടേക്കാം. പഴയ തീരുമാനങ്ങളെ നിങ്ങൾ ചോദ്യം ചെയ്തേക്കാം, അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ച് അനിശ്ചിതത്വം തോന്നാം. ഈ ശൂന്യത കാണുമ്പോൾ എന്തോ കുഴപ്പമുണ്ടെന്ന് ആളുകൾ കരുതാറുണ്ട്. എന്നാൽ സത്യത്തിൽ ഇതൊരു പവിത്രമായ ഇടമാണ്. നിങ്ങളുടെ ആത്മാവിന്റെ അടുത്ത അധ്യായം വളരാനുള്ള ഒരുക്കമാണിത്. ഭയത്താലും കടമയാലും അതിജീവനത്താലും രൂപപ്പെട്ട പഴയ വ്യക്തിത്വത്തിന് ശക്തി നഷ്ടപ്പെടുന്നു. നിങ്ങൾക്കിനി ആരെയും ഒന്നും തെളിയിക്കാനില്ല. പ്രതീക്ഷകൾക്കൊത്തു ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ആത്മാർത്ഥതയും അർത്ഥവും ഉള്ളിലെ യഥാർത്ഥ ഞാനുമായുള്ള ബന്ധവും ആഗ്രഹിക്കുന്നു. മരിക്കുന്നത് നിങ്ങളല്ല, മറിച്ച് ബോധത്താലല്ല, കർമ്മത്താൽ സൃഷ്ടിക്കപ്പെട്ട നിങ്ങളുടെ ഒരു പതിപ്പാണ്. ഈ ആന്തരിക മരണം യഥാർത്ഥത്തിൽ വേഷം മാറിയെത്തിയ പുനർജന്മമാണ്. സത്യത്തിനും ലക്ഷ്യത്തിനും ആത്മീയ വ്യക്തതയ്ക്കും അനുസൃതമായ ഒരു പുതിയ തുടക്കത്തിലേക്ക് കടക്കാൻ ഇത് ആത്മാവിനെ ഒരുക്കുന്നു. നിങ്ങളുടെ രണ്ടാം ജന്മത്തിലേക്കുള്ള പവിത്രമായ വാതിലാണിത്. പഴയ വ്യക്തിത്വം അലിയുകയും ആദ്യത്തെ കർമ്മചക്രം അവസാനിക്കുകയും ചെയ്യുമ്പോൾ മനോഹരമായ ഒരു പുതിയ ഘട്ടം ആരംഭിക്കുന്നു. പലരും തങ്ങളുടെ രണ്ടാം ജന്മത്തിന്റെ തുടക്കമെന്ന് വിശേഷിപ്പിക്കുന്ന ഘട്ടം. ഈ രണ്ടാം ജന്മം പുറമേ നടക്കുന്ന വലിയൊരു സംഭവമല്ല. പുറം ലോകത്തെ സാവധാനം മാറ്റിമറിക്കുന്ന ഒരു ആന്തരിക ഉണർവാണിത്. പെട്ടെന്ന് മുമ്പൊരിക്കലും അനുഭവിക്കാത്ത വിധം നിങ്ങൾക്ക് ജീവൻ തുടിക്കുന്നതായി തോന്നും. ഒരു കാലത്ത് അകലെയാണെന്ന് തോന്നിയ സാധ്യതകൾ ഇപ്പോൾ അടുത്തു നിൽക്കുന്നതായി തോന്നും. വർഷങ്ങളായി അടഞ്ഞുകിടന്ന വഴികൾ പ്രയത്നമില്ലാതെ തുറക്കുന്നു.
വിധി ശാന്തമായി നിങ്ങളുടെ നേരെ തിരിഞ്ഞ് മൃദുവായതും ഉറച്ചതുമായ കൈകളാൽ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നതുപോലെ. ഈ ഘട്ടത്തിൽ മറന്നുപോയ കഴിവുകൾ തിരിച്ചുവന്നേക്കാം, പഴയ സ്വപ്നങ്ങൾ വീണ്ടും ഉണർന്നേക്കാം, അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് പുതിയ വിളികൾ വന്നേക്കാം. നിങ്ങൾക്കുണ്ടെന്ന് അറിയാതിരുന്ന കഴിവുകൾ നിങ്ങൾ കണ്ടെത്തിയേക്കാം. ചിലർക്ക് സർഗാത്മകമായ ജോലികളോടും ആത്മീയ ആചാരങ്ങളോടും രോഗശാന്തി പാതകളോടും സേവനത്തോടും താൽപ്പര്യം തോന്നും. മറ്റു ചിലർക്ക് ജോലി മാറാനോ പുതിയ സ്ഥലത്തേക്ക് മാറാനോ വ്യത്യസ്തമായ ആളുകളുമായി ഇടപഴകാനോ ഉള്ള ആഗ്രഹം തോന്നും. ഈ തോന്നലുകൾ വെറുതെ വരുന്നതല്ല, നിങ്ങളുടെ പുതിയ വിധിയുടെ ദിശ കാണിച്ചു തരുന്ന ആത്മാവിന്റെ സന്ദേശങ്ങളാണിവ. പഴയ കർമ്മങ്ങൾ ഒഴിഞ്ഞുപോയാൽ ആത്മാവിന് അതിന്റെ യഥാർത്ഥ സ്വഭാവം പ്രകടിപ്പിക്കാൻ സ്വാതന്ത്ര്യം ലഭിക്കുമെന്ന് യോഗാനന്ദൻ വിശദീകരിച്ചു. ഈ സ്വാതന്ത്ര്യം പുതിയ അവസരങ്ങളെയും പുതിയ ബന്ധങ്ങളെയും അർത്ഥപൂർണമായ അനുഭവങ്ങളെയും ആകർഷിക്കുന്നു. ആത്മബന്ധമുള്ളവരെപ്പോലെ തോന്നുന്ന, നിങ്ങളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന, നിങ്ങളുടെ പുതിയ ചിന്തകളുമായി പൊരുത്തപ്പെടുന്ന ആളുകളെ നിങ്ങൾ കണ്ടുമുട്ടിയേക്കാം. നിങ്ങളുടെ മാറ്റത്തെ പിന്തുണയ്ക്കാൻ പ്രപഞ്ചം കൃത്യസമയത്ത് കാത്തിരുന്നതുപോലെ ദൈവികമായി നിശ്ചയിക്കപ്പെട്ട അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചേക്കാം. ജീവിതം നിർബന്ധിതമായല്ല, മറിച്ച് വഴികാട്ടപ്പെടുന്നതായി തോന്നുന്ന ഘട്ടമാണിത്. നിങ്ങൾ കൂടുതൽ എളുപ്പത്തിലും ആഴത്തിലുള്ള അവബോധത്തോടും ശക്തമായ വ്യക്തതയോടും കൂടി നീങ്ങുന്നു. ഈ രണ്ടാം ജീവിതം പഴയതിൽ നിന്ന് ഒളിച്ചോടലല്ല, നിങ്ങൾ ആരായിത്തീരാനാണോ വിധിക്കപ്പെട്ടത് അതിലേക്ക് പൂർണ്ണമായി ചുവടുവെക്കലാണ്. വിധി നിങ്ങളുടെ പാത വീണ്ടും തുറക്കുന്നു, ലക്ഷ്യത്തോടും ആത്മാർത്ഥതയോടും ഉണർന്ന ബോധത്തോടും കൂടി ജീവിക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. നിങ്ങൾ രണ്ടാം ജന്മത്തിലേക്ക് 40 ശേഷം തുറക്കുന്ന ഉണർവിന്റെ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പുതിയ പാതയിലൂടെ എങ്ങനെ കൃപയോടും ക്ഷമയോടും വിശ്വാസത്തോടും കൂടി നടക്കാമെന്ന് പഠിക്കുക എന്നതാണ്. ഈ ഘട്ടം വളരെ മൃദുലമാണ്. പഴയ ചക്രം അവസാനിച്ചു, പക്ഷേ പുതിയത് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നതേയുള്ളൂ. ഒരു ദിവസം നിങ്ങൾക്ക് പ്രതീക്ഷ തോന്നാം, അടുത്ത ദിവസം അനിശ്ചിതത്വവും. നിങ്ങൾക്ക് വഴികാട്ടൽ ലഭിക്കുന്നുണ്ടെന്ന് തോന്നും, എങ്കിലും ദിശയെക്കുറിച്ച് സംശയം തോന്നാം. എന്നാൽ ഇത് സ്വാഭാവികമാണ്. പഴയ കർമ്മങ്ങളുടെ ഭാരമില്ലാതെ നീങ്ങാൻ ആത്മാവ് പഠിക്കുകയാണ്. അതുകൊണ്ട് അതിന് സാവകാശവും അടിസ്ഥാനവും ശ്രദ്ധയും ആവശ്യമാണ്. ഈ പുതിയ ജീവിതത്തിലൂടെ നടക്കാനുള്ള ആദ്യ വഴികളിലൊന്ന് ധ്യാനമാണ്. മനസ്സ് ശാന്തമാകുമ്പോൾ വിധി വ്യക്തമാകുമെന്ന് യോഗാനന്ദൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഓരോ ദിവസവും കുറച്ചുനേരത്തെ നിശബ്ദത നിങ്ങളുടെ അവബോധത്തെയും ഉള്ളിലെ വഴികാട്ടലിനെയും ആത്മാവിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങളെയും കേൾക്കാൻ സഹായിക്കും. നിങ്ങളുടെ രണ്ടാം ജന്മത്തിൽ അവബോധം നിങ്ങളുടെ വഴികാട്ടിയാകുന്നു. മറ്റൊരു പ്രധാന കാര്യം പഴയ വ്യക്തിത്വങ്ങളെ വിട്ടുകളയുക എന്നതാണ്. ഭയത്താലും കടമയാലും അതിജീവനത്താലും രൂപപ്പെട്ട പഴയ വ്യക്തിയല്ല നിങ്ങളിപ്പോൾ. പഴയ ചക്രത്തിൽപ്പെട്ട റോളുകളെയോ ലേബലുകളെയോ പ്രതീക്ഷകളെയോ മുറുകെ പിടിക്കരുത്. മാറാൻ സ്വയം അനുവദിക്കുക. പുതിയൊരാളായി, കൂടുതൽ സത്യസന്ധനായ ഒരാളായി മാറാൻ നിങ്ങൾക്ക് അനുവാദം നൽകുക. അടുത്തതായി ഉള്ളിൽ നിന്ന് വരുന്ന ചെറിയ പ്രേരണകളെ വിശ്വസിക്കുക. 40 ശേഷം അവബോധത്തിന്റെ സൂചനകൾ ശക്തമാകും, കാരണം കർമ്മം അവയെ തടയുന്നില്ല. ഈ ആന്തരിക സൂചനകൾ നിങ്ങളെ പുതിയ ബന്ധങ്ങളിലേക്കോ പുതിയ ജോലിയിലേക്കോ പുതിയ ശീലങ്ങളിലേക്കോ പുതിയ ചുറ്റുപാടുകളിലേക്കോ നയിച്ചേക്കാം. അവയെ ബഹുമാനിക്കുക. സേവനവും അത്യാവശ്യമായി മാറുന്നു. പ്രതീക്ഷകളില്ലാതെ മറ്റുള്ളവരെ ചെറിയ രീതിയിലെങ്കിലും സഹായിക്കുമ്പോൾ നിങ്ങളുടെ പുതിയ വിധി ശക്തിപ്പെടുന്നു. സേവനം ഹൃദയത്തെ ശുദ്ധീകരിക്കുകയും പാതയെ തെളിച്ചമുള്ളതാക്കുകയും ദൈവകൃപയെ ആകർഷിക്കുകയും ചെയ്യുന്നു. അവസാനമായി ഭയമില്ലാതെ സാവധാനം നീങ്ങുക. നിങ്ങൾ വീണ്ടും തുടങ്ങുകയല്ല, നിങ്ങൾ നേരായ പാതയിൽ തുടങ്ങുകയാണ്. നിങ്ങളിപ്പോൾ വയ്ക്കുന്ന ഓരോ ചുവടും ആഴത്തിലുള്ള അറിവിനാൽ പിന്തുണയ്ക്കപ്പെടുന്നു. നിങ്ങളുടെ രണ്ടാം ജന്മം ഒരു പുനരാരംഭമല്ല, അതൊരു ഉയർച്ചയാണ്. നിങ്ങൾ ആരാകാനാണോ വിധിക്കപ്പെട്ടത് അതിലേക്കുള്ള ഉയർച്ച. പ്രിയ അന്വേഷക, ഈ ആന്തരിക യാത്രയുടെ അവസാനത്തിലെത്തുമ്പോൾ ഒരു ദീർഘശ്വാസമെടുത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർക്കുക. 40 ശേഷം നിങ്ങളുടെ ജീവിതം മാറുന്നുണ്ടെങ്കിൽ, പഴയതെല്ലാം കൊഴിഞ്ഞുപോകുകയും പുതിയ ആഗ്രഹങ്ങൾ ഉള്ളിൽ ഉണരുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നും തെറ്റായി പോകുന്നില്ല. വാസ്തവത്തിൽ വളരെ പവിത്രമായ ഒന്നാണ് സംഭവിക്കുന്നത്. നിങ്ങൾ വഴിതെറ്റുകയല്ല, നിങ്ങൾ വഴി കണ്ടെത്തുകയാണ്. നിങ്ങൾ തകരുകയല്ല, നിങ്ങൾ പുനർജനിക്കുകയാണ്. നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം വെളിപ്പെടുത്തുന്നതിനു മുമ്പ് ശരിയായ സമയത്തിനും ശരിയായ പക്വതയ്ക്കും ശരിയായ വ്യക്തതയ്ക്കും വേണ്ടി ആത്മാവ് പലപ്പോഴും കാത്തിരിക്കാറുണ്ട്. പല മനോഹരമായ ആത്മാക്കൾക്കും ആ നിമിഷമെത്തുന്നത് ചെറുപ്പത്തിലല്ല, മറിച്ച് 40 ശേഷമുള്ള ശാന്തവും ശക്തവുമായ വർഷങ്ങളിലാണ്. ഇതൊരു തിരിച്ചടിയല്ല, നിങ്ങളുടെ ആന്തരിക സത്യവുമായി വിധിയൊടുവിൽ ഒന്നിക്കുന്ന നിമിഷമാണിത്. ഈ രണ്ടാം ജന്മത്തിലേക്ക് കടക്കുമ്പോൾ വിശ്വാസത്തോടും സൗമ്യതയോടും കൂടി അത് ചെയ്യുക. ഉള്ളിൽ നിന്ന് ഉയരുന്ന വഴികാട്ടലുകളെ വിശ്വസിക്കുക. ജീവിതം നിങ്ങളുടെ വഴിയിൽ വെക്കുന്ന ലക്ഷണങ്ങളെ വിശ്വസിക്കുക. നിങ്ങളുടെ ആത്മാവിന്റെ സമയത്തെ വിശ്വസിക്കുക. ഈ വീഡിയോ നിങ്ങളുടെ ഹൃദയത്തിൽ അല്പമെങ്കിലും സ്പർശിച്ചുവെങ്കിൽ നമ്മളെ എല്ലാവരെയും നയിക്കുന്ന ദൈവിക ജ്ഞാനത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് കമന്റുകളിൽ ഗുരുദേവ് എന്ന് ടൈപ്പ് ചെയ്യാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിപരമായ ഒരു ചിന്ത പങ്കുവയ്ക്കാം. ഒരുപക്ഷേ ജീവിതം വീണ്ടും തുടങ്ങിയതായി നിങ്ങൾക്ക് തോന്നിയ നിമിഷം, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന മാറ്റം. നിങ്ങളുടെ വാക്കുകൾ ഈ സന്ദേശം ആവശ്യമുള്ള മറ്റൊരാത്മാവിന് പ്രചോദനമായേക്കാം. പോകുന്നതിനു മുമ്പ് പ്രിയ സുഹൃത്തെ, അടുത്ത വീഡിയോയിൽ ഏത് വിഷയമാണ് ചർച്ച ചെയ്യേണ്ടതെന്ന് കമന്റിൽ പറയുക.
നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഈ ചാനലിന്റെ ആത്മീയ യാത്രയെ നയിക്കാൻ സഹായിക്കും. നിങ്ങളെപ്പോലെ ഉണർന്നുകൊണ്ടിരിക്കുന്ന കൂടുതൽ അന്വേഷകരിലേക്ക് ഈ അറിവുകൾ എത്തുന്നതിനായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ പവിത്രമായ സമയം എന്നോടൊപ്പം ചെലവഴിച്ചതിന് നന്ദി.